ഉപേക്ഷിതരായിട്ടുള്ള സാദാത്യങ്ങൾ, മറ്റു ഉലമാ പ്രമുഖന്മാർ, ഉമറാക്കൾ, പ്രിയപ്പെട്ട സഹോദരന്മാരെ, സുഹൃത്തുക്കൾ, ഫരീദ് മുസ്ലിയാറുകളുടെ വിയോഗ ദിനത്തിൽ നമ്മൾ എല്ലാ വർഷവും ഇതുപോലെ ഇവിടെ കൂടാറുണ്ട്. ദിക്ർ ദുആ മജ്ലിസുകൾ, അതുപോലെ തന്നെ ഖുർആൻ ഖതം പാരായണം, ഇതെല്ലാമായിട്ട് വളരെ ഭക്തി നിർഭരമായിട്ടാണ് ആ വിയോഗ ദിനത്തെ നമ്മൾ കൊണ്ടാടാറുള്ളത്, അതിനെ പ്രയോജനപ്പെടുത്താറുള്ളത്. മൺമറഞ്ഞു പോയവരുടെ സ്മരണകളിലൂടെ അവരുടെ അപദാനങ്ങൾ വാഴ്ത്തുവാനും അവരുടെ സ്മരണകളിലൂടെ നമ്മുടെ ജീവിതത്തെ പുനർനിർവചിക്കുവാൻ ഇത്തരം സന്ദർഭങ്ങളിലൂടെ സാധ്യമാകും. അതുകൊണ്ട് തന്നെയാണ് പുണ്യാത്മാക്കളുടെ സ്മരണാദിനങ്ങൾ സമൂഹത്തിന്റെ നാനാതുറകളിലും എല്ലാവരും ആ ദിനത്തെ പ്രയോജനപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. ഫരീദ് മുസ്ലിയാർ അവറുകൾ ശിഷ്യഗണങ്ങൾ, അദ്ദേഹത്തിന്റെ ശിഷ്യഗണങ്ങൾ ആയിരക്കണക്കാണ് എന്ന് നമുക്കറിയാം. ഇത്രയേറെ ഉസ്താദിനെ പിൻപറ്റുന്ന ശിഷ്യന്മാരെ നമുക്ക് വളരെ അധികം കാണുവാൻ സാധിക്കുകയില്ല. ഫരീദ് പോലെ, ഫരീദ് മുസ്ലിയാരെ പോലെ മറ്റുള്ളവരെ ചെറുതായി കാണുകയല്ല. ഫരീദ് ഉസ്താദ് അവരുടെ ശിഷ്യന്മാരെ കാഴ്ചയിൽ തന്നെ നമുക്ക് തിരിച്ചറിയുവാൻ കഴിയും എന്നുള്ളതാണ്. ആ ഒരു പ്രത്യേകതയാണ്. ഞാൻ പലപ്പോഴും അങ്ങനെ ചിന്തിക്കാറുണ്ട്. ഫരീദ് മുസ്ലിയാരുടെ അദ്ദേഹത്തിന്റെ മുമ്പിൽ ഓതി പഠിച്ചവര്, എന്നതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരുടെ മുമ്പിൽ ഓതി പഠിച്ചവര്, അവരൊക്കെ തന്നെ പെട്ടെന്ന് കാഴ്ചയിൽ തന്നെ നമുക്ക് തിരിച്ചറിയുവാൻ കഴിയും എന്നുള്ളൊരു മഹത്വവും ശ്രേഷ്ഠതയും ഉണ്ട്. അത് മഹാനായ ഫരീദ് മുസ്ലിയാർ അവരുടെ ഒരു കറാമത്തായിട്ട് തന്നെ നമുക്കതിനെ ചൂണ്ടിക്കാണിക്കുവാൻ കഴിയും. ഫരീദ് മുസ്ലിയാർ അത്രമാത്രം ആത്മാർത്ഥത ആ കാര്യത്തിൽ നിർവഹിച്ചിരുന്നു, ആത്മാർത്ഥമായി പ്രവർത്തിച്ചിരുന്നു എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. മറ്റെന്തിനേക്കാളും മുഖ്യമായും അദ്ദേഹം പ്രാധാന്യം കൊടുത്തത് ഇൽമിന്റെ കാര്യങ്ങളിലേക്കാണ്. പട്ടികാൾ ജാമ്യയിലേക്ക് അവരെ പറഞ്ഞേക്കും, കൂടുതലായിട്ടും ബാഖിയാത്തിലേക്കാണ് അവരെ പറഞ്ഞേക്കാറുള്ളത്. അത് ദീനിന്റെ ഇൽമിന്റെ ആധികാരികമായിട്ടുള്ള സ്ഥാപനങ്ങൾ ഏതാണോ ആ സ്ഥാപനങ്ങളിൽ പറഞ്ഞയച്ചുകൊണ്ട് ആധികാരികമായ ഇസ്ലാമിക വിജ്ഞാനീയത്തെ തന്റെ ശിഷ്യന്മാർ മനസ്സിലാക്കണം, അതിൻ്റെ അനുധാവന്മാരാകണം എന്നുള്ളത് കൊണ്ടാണ് ആ നിലക്ക് അദ്ദേഹം പ്രവർത്തിച്ചിട്ടുള്ളത്. ആ വലിയ മാതൃക നമുക്കെന്നും താങ്ങും തണലുമാണ്. അദ്ദേഹത്തിന്റെ ശിഷ്യഗണങ്ങൾ അവരത് കേരളത്തിന് പുറത്തുമെല്ലാം നിരവധി മഹല്ലത്തുകളിൽ അവർക്ക് സേവനം അനുഷ്ഠിച്ചു കൊണ്ടിരിക്കുന്നു. അതിലൂടെ തന്നെ ആ ഒരു വലിയ പൈതൃകം നമുക്ക് തലമുറകളിലൂടെ നിലനിർത്താൻ സാധിക്കും എന്ന് തന്നെയാണ് നമ്മൾ വിശ്വസിക്കുന്നത്. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ.